ചെയ്തിട്ടില്ല. ഞാൻ എന്റെ നമ്പർ എഴുതി കൊടുത്തത്. എന്നെ വിശ്വസിക്കും. വർഷമായിട്ട് അറിഞ്ഞോടെ എന്തിനങ്ങനെ ചെയ്യും? അവൾ അങ്ങനെ പറയുന്നത് അവൾ അനുഭവിക്കും. സത്യം അല്ല. എന്തിനാണ് പെൺകുട്ടിയുടെ ജീവൻ നശിപ്പിക്കുന്നത് ഇങ്ങനെ? അവള് ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു പെൺകൊച്ചല്ലേ? അല്ല ഞാൻ ചോദിക്കുന്നത്, ഒരു നിമിഷം ചേട്ടനത് എന്തിന് അത് നിന്റെ ചോദിക്കാത്ത എന്താണ്? നീ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ തെണ്ടിത്തരോന്ന് പറഞ്ഞ് എന്റെ അടുത്ത് സംസാരിക്കുമായിരുന്നു. എനിക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ, നൂറെ ആതിലെടുത്ത് കഴിഞ്ഞാൽ രണ്ടുപേർക്ക് ഒരു സ്വഭാവങ്ങളുണ്ട്. എനിക്ക് പലപ്പോഴും അവന്റെ കുറെ നെഗറ്റീവ് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ പറയില്ല എന്താണെന്നും. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് എനിക്കത് കളയാൻ പറ്റത്തില്ല. രണ്ട് പാമ്പിള്ളേര് അച്ഛനും അമ്മ അതിന്റെ പ്രശ്നത്തിലൊക്കെ ഇവിടെ വന്ന് അവരെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട്. എനിക്ക് കഷ്ടം തോന്നിയിട്ടുണ്ട്. ആദ്യയുടെ ഫാദറിന്റെ കാര്യം കേട്ടപ്പോ ഞാൻ ഒരു സമയം ഞാൻ ചിന്തിച്ചു, എനിക്ക് വീട്ടിലേക്ക് ഒരു അവസ്ഥ വന്നു. ഞാൻ ഇങ്ങനെ എനിക്ക് ആരും കാണൂല. അപ്പൊ ഞാൻ താമസിച്ച് ഇങ്ങനെ കാശുണ്ടാക്കി ജോലി കിട്ടി ഇതുപോലെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കുമ്പോ ഇവരെ ഒന്ന് കെയർ ചെയ്യാനും ഇവരൊന്ന് പിടിച്ചിരിക്കാൻ ആരും ഇല്ലെന്ന് തോന്നി. പക്ഷെ നേരെ തിരിച്ച് എന്റെ രണ്ട് ഫ്രണ്ട്സ് അവരാണ്. എനിക്ക് മനസ്സിലായിട്ടില്ലേ? ഒരുമിച്ച് കിടക്കും, സംസാരിക്കും, ഉമ്മ കൊടുക്കും. എന്റെ രണ്ട് സഹോദരിമാരാണ്. ഞാൻ ഇതുവരെ ഇവിടെ ക്യാമറ എല്ലായിടത്തും ഉണ്ട്. ഇതുവരെ രണ്ട് പിള്ളേരെ പറ്റി ഞാൻ ഇതുവരെ ഞാൻ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഇതുവരെ കുറ്റം പറഞ്ഞിട്ടില്ല. രണ്ടുപേരെ പിണങ്ങുമ്പോൾ ഞാൻ അഹങ്കാരം എന്ന് വിളിച്ചിട്ടുണ്ട്. പിന്നെ ആരുടെ തെറ്റുകൾ കണ്ട ഞാൻ പറയാറുണ്ട്. ദേഷ്യം കുറയ്ക്കണം, ഇങ്ങനെ നീ ജയിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിച്ച് കൂട്ടരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പലതും ഇവിടെയുള്ള മിക്ക കണ്ടസ്റ്റിനും പറഞ്ഞിട്ടുണ്ട്. പല കാര്യങ്ങളും കുറച്ചുകൂടെ ചേർത്ത് കൂട്ടി പറഞ്ഞിട്ടുണ്ട്. കാഴ്ചപ്പാടാണ് ഗെയിം. ഞാൻ എന്റെ കാഴ്ചപ്പാടാണ്. അവിടുത്തെ നിന്റെ പിആറോടെ നമ്പർ ടിഷ്യൂ പേപ്പർ സംസാരിക്കണ്ടോ? വേണ്ട 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 എനിക്ക് സംസാരിക്കണ്ട. അവന് ഇങ്ങനെ തന്നെ പറഞ്ഞത് അക്ബറിനെ തകർക്കാനായിട്ട് നീ നമ്പറിൽ വിളിച്ച് പറഞ്ഞെന്നും പറഞ്ഞ് ആദ്യം സത്യം ഇറങ്ങിയിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യും. ആദില തന്നെ നിന്നോട് ആദില തന്നെ ഇവിടെ പറയുന്നു പറഞ്ഞു. ഇന്നലെ എവിക്ഷൻ നടക്കുന്ന സമയത്ത് അക്ബറിന്റെ അടുത്ത് നിന്നിട്ട് ആദില പറഞ്ഞു ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് അത് പൊട്ടിച്ചിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞു. പൊട്ടിച്ചിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞു. ഈ എവിക്ഷൻ കഴിഞ്ഞപ്പോൾ ആദില ഔട്ടായ സമയത്ത് അക്ബർ നമ്മൾ മാറി നിൽക്കണം. എപ്പ പറയൂല അപ്പൊ നമ്മൾ ആവശ്യം വിട്ട് ഇനി അവസാനം 3 ദിവസം